രാവിലെ തന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ കാക്കയുടെ ഭയങ്കര ബഹളം. നോക്കിയപ്പോൾ നമ്മളുടെ പ്ലാവിൻ്റെ മുകളിൽ നമുക്ക് വാടകയോ നമ്മളുടെ പെർമിഷനോ കൂടാതെ കാക്ക കൂട് കൂട്ടിയേക്കാണ്. അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യുന്ന മാതിരിയായിരുന്നു കാക്ക ടെറസിൻ്റെ മണ്ടയിരുന്ന് എൻ്റെ അടുത്ത് വഴക്ക് കൂടിയത്. അത് പോട്ടെ എന്ന് കരുതി അകത്ത് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ട് ശരിയാക്കുകയാണ്. ഇത് വെറും പുട്ടല്ല, ഇതാണ് ചോളപ്പുട്ട്. ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി എന്ന് കരുതി. പക്ഷേ വെള്ളം കൂടിപ്പോയിട്ടില്ല, കറക്റ്റായിരുന്നു. കുറച്ചും കൂടെ വേണ്ടി വന്നു. ഈ മാവിന് പ്രത്യേകത എന്ന് വെച്ചാൽ കുഴയ്ക്കുമ്പോൾ തോറും വെള്ളം വേണ്ടി വരും. അതുപോലെ തന്നെ ചെറിയ ചൂടൊക്കെ കൈ തട്ടുന്നുണ്ട്. എന്താണെന്നറിയില്ല. അങ്ങനെ പുട്ടിനുള്ള മാവ് സെറ്റാക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ലാവിഷായിട്ട് അതിലോട്ടിട്ടു. പിന്നീട് വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, വൃത്തിയായിക്കോട്ടെ എന്ന് കരുതി സ്പൂണ് കൊണ്ടൊക്കെ മാവ് എടുത്ത് ആ പുട്ടുകുറ്റിയിലോട്ട് ഇട്ട് കേട്ടോ. പക്ഷേ 2 വട്ടം ഇട്ടപ്പോഴത്തേക്കും മതിയായി. പിന്നെ ഞാൻ ആ സ്പൂൺ അങ്ങോട്ട് മാറ്റി വെച്ചു. നല്ല കൈയുണ്ട്, അങ്ങ് മാവെടുത്ത് കുറ്റിയിലോട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഞങ്ങളോടാണ് കളി. പിന്നെ ഈ സമയത്ത് തന്നെ ഞാൻ കുക്കറിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. പിന്നെ ഒട്ടും താമസിച്ചില്ല, നമ്മൾ പുട്ടുകുറ്റിയെടുത്ത് അതിലേക്ക് അങ്ങ് വെച്ചു. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആവി വന്നേ, നല്ല മണവും ഉണ്ടായിരുന്നു. പിന്നെ ആ ഗ്യാസ് ഓഫ് ചെയ്ത് പുട്ട് അങ്ങ് എടുത്ത് പാത്രത്തിലോട്ട് അങ്ങ് കമത്തി. നല്ല ചൂട് പുട്ട്. ആ ചില്ലെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ആക്രാന്തത്തോടു കൂടി ഞാൻ എടുത്തപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് പുള്ളി. ആരും ഇങ്ങനെ ശ്രമിക്കരുത് കേട്ടോ. ഇനി നല്ല ചൂട് മീൻ കറിയായിട്ട് നന്നായിട്ട് കഴിച്ചോണം. നല്ല ടേസ്റ്റാട്ടോ.